സൂക്ഷിക്കും. പേടിക്കണ്ട, നീ ഇങ്ങോട്ട് വാ. നീ ആ ചീനവനെ അടിയിലോട്ട് ചേർത്തുവിട്. ഇനി നീ ബോട്ട് സ്ലോ ആക്കിക്കോ. എവിടെയാണ് കപ്പലിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ചരക്കുകൾ? ചരക്കുകളോ? ഇതിലൊന്നുമില്ല സാറേ. പിന്നെ എന്തിനാ ഞങ്ങളെ കണ്ടപ്പോൾ വെപ്രാളപ്പെട്ട് ഓടിയത്? അത് ഞാൻ വെറുതെ പ്രാക്ടീസ് ചെയ്തതാ. ഓ, നിന്റെ ഒരു പ്രാക്ടീസ്. പോയിക്കോ. ഈ ആൺകുട്ടിയാണ് മോനെ, ആൺകുട്ടി. ഇന്ന് നമ്മള് പോലീസിന്റെയും കസ്റ്റംസിന്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്റെ കൈ കൊണ്ട് മാത്രാണ്. മിടുക്കൻ, മിടുമിടുക്കൻ. ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ മുതലല്ലേ ഒരു ഉളുപ്പില്ലാതെ വെള്ളത്തിൽ എറിഞ്ഞു കളഞ്ഞത്. റോങ് മെസ്സേജ് തന്ന ആരാന്നാ എനിക്ക് പിടികിട്ടാത്തത്. നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ആരോ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പാപ്പുട്ടി പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ എങ്ങനെ ഒരേ സമയത്ത് രണ്ടു കരയിലും കസ്റ്റംസുകാർ വളയുന്നത്? അല്ലോ, തീക്കട്ടയിൽ ഉറുമ്പരിക്കണ ഞമ്മക്കും ചെറുതൊക്കെ പൊടി കിട്ടിയിട്ടുണ്ട്. കടപ്പുറത്തെ ചാപ്പയെ പെറ്റുവളർന്ന ഈ മുസ്തഫ ഇന്നീ മുസ്തഫ ഹാജിയെ വളർന്നത് ഞമ്മടെ മാത്രം കൈകൊണ്ടാണ്. വിടൂല, ഞമ്മളെ ഒറ്റ കൊടുക്കുന്ന ഒരുത്തനെ ഞമ്മളെ വിടൂല, അറത്ത് കളയും. എടോ ലാസറേ, അങ്ങാട് നോക്കിയാട്ടെ. എന്റെ കർത്താവേ, ഇതാരാണിത്? ഇതാരാണ്? ചാൾസ് രാജകുമാരനാ? എന്റെ ഈശോയെ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇതെന്ത് വണ്ടിയാണ്? കടൽ സ്രാവ് പോലെ ഉണ്ടല്ല. ലോട്ടറി അടിച്ചാ? ആ, സംഗതി കലക്കിയിട്ടുണ്ട് കേട്ടാ. എന്താണ്ടാ ഞാരിനെ കിനാക്കാണേണ? കിനാവ് കാണല് നിന്റെ അപ്പന്റെ ജോലിയാണ്. എടാ പുല്ലേന്റെ ബാപ്പാക്കി പറഞ്ഞാലുണ്ടല്ലേ പുളുത്തിക്കളയൂ. ആ പുളുത്തും. ബാപ്പുട്ടിക്ക, നിങ്ങൾ ഇത്രയും കാലം എവിടായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നോ? അന്ന് 4-5 തടിമാടന്മാര് വന്ന് വിളിച്ചപ്പോ ഒന്നും മിണ്ടാണ്ടും പറയാണ്ടും പോയതാണല്ലേ. കാണാണ്ടായപ്പോ ഞങ്ങൾ വിചാരിച്ച് മാർക്കോസിനെ പോലെ മൊലാളിന്റെ കൈ കൊണ്ട് കാഞ്ഞു കാണും. കണ്ടിട്ടൊരു മലങ്കോളടിച്ച മട്ടുണ്ടല്ലോ. ബിസിനസ് ആണ്, ജോലിയാണ്. പറയാൻ ഒരുപാടുണ്ടോ. ഞാൻ മാർക്കോസിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ആ പിന്നെ പോയിട്ട് വെക്കം വരുമല്ല. അന്തിക്കൊന്ന് കൂടണം കേട്ടാ. ഇന്നത്തെ ചെലവ് നിങ്ങളുടെയാണ്. ആയിക്കോട്ടെ. വൈകിട്ട് കാണണം കേട്ടാ. ഇന്നിപ്പോ നിന്റെ ആവശ്യമില്ലല്ല. നിന്നെ തഴഞ്ഞടായ വരും എന്ന് പറഞ്ഞിട്ട് നാളെ എത്രയായി? എന്റെ മോനെ മുതലാളിമാര് തല്ലി കൊന്നു കാണും. അമ്മച്ചി കരയാതെ. മാർക്കോസിനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. കൊച്ചു ത്രേസ്യയെ കണ്ടില്ലല്ലോ. അത് പറയാൻ മറന്നുപോയി കേട്ടാ. അവളെ നമ്മുടെ ലോറൻസ് കെട്ടിക്കൊണ്ടുപോയി. പെങ്ങന്മാരൊക്കെ നല്ല നിലയിൽ കെട്ടിച്ചു കൊടുക്കണമെന്ന് എന്റെ മോന് വലിയ ആശയായിരുന്നു. കാശും മുത്തരി കൊടുക്കാതെ ഒരുത്തും കെട്ടിക്കൊണ്ട് പോയല്ല. അതെന്നെ വലിയ ഭാഗ്യം. അതും ഇത് ഓർത്ത് അമ്മച്ചി വിഷമിക്കരുത്. ഇതാ, ഇത് വെച്ചോളൂ. എനിക്കിതൊന്നും വേണ്ട മോനെ. എന്റെ മോനെ കണ്ടാ മാത്രം മതി. ആവശ്യങ്ങൾ ഒരുപാടുള്ളതാണല്ല മേടിച്ച പെങ്ങളെ. ഇത് വെച്ചോളൂ. ഞാൻ വരട്ടെ.
ബാബുട്ടിക്ക. ഞാൻ മാർക്കോസിന്റെ വീട്ടിൽ കയറിയിരുന്നു. അമ്മണി വിഷമിക്കണ്ട, മാർക്കോസ് വരും. ഞാനല്ലേ പറയുന്നത്. ബാബുട്ടിക്ക ഞങ്ങളുടെ കുടിയിലാട്ട് വരണില്ലേ? ഇനിയൊരിക്കൽ വരാം. വരട്ടെ. ആരും ഇല്ല ഇവിടെ? ആരാ? ഓ, എന്തിനാ വന്നത്? എന്താ, എനിക്കിവിടെ വന്നൂടെ? കടപ്പുറത്ത് വെച്ച് കണ്ടപ്പോ എന്തായിരുന്നു ഭാവം? വലിയ ആളായപ്പോ ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പോ മനസ്സിലായില്ലേ ഞാൻ ആരെയും മറന്നിട്ടില്ലെന്ന്? മറക്കുകയുമില്ല. ആഹാ, മോൻ എന്താ വന്ന കാലത്തിന് നിക്കണ്? ഇരിക്കേ. ഇരിക്കാൻ ആരും പറഞ്ഞില്ല. ബാപ്പൂട്ടി വന്നെന്ന് കരക്കാര് പറയണ കേട്ടു. മോൻ ഇത്ര നാൾ എവിടായിരുന്നു? ചെറിയൊരു ജോലി കിട്ടി. അതേതായാലും നന്നായി. തല്ലും വക്കാണോ ഒക്കെ ആയിട്ട് ഈ കടപ്പുറത്ത് കിടന്ന ജീവിതം പാഴാക്കണ്ടല്ല. മോനിരിക്കെ, ഞാൻ ചായ കൊണ്ടുവരാം. ചായ മാത്രം പോരാ, ഊണൂടെ കഴിച്ചേ പോന്നുള്ളൂ. ആയിക്കോട്ടെ. ഇതാരാണ്? കോരച്ചേട്ടനാ? എന്താണ് ഈ നേരം കെട്ട നേരത്ത്? ലാസറേട്ടൻ ഇവിടെ ഇല്ലല്ല. അതെനിക്കറിയാവല്ല. ലാസറിയേട്ടനെ കള്ള് ഷാപ്പിൽ കിറുക്കി കിടത്തിയിട്ടാണല്ല ഞാൻ ഇങ്ങാട് വന്നത്. കേട്ടാ മേരി, കൊറേ നാളായിട്ട് എന്റെ മനസ്സില് ഒരാശ പെരുകണ്. അതെന്താണ് കോരച്ചേട്ടാ? മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടാ. എല്ലാ പെണ്ണുങ്ങളുടെയും സ്വഭാവം ഇങ്ങനൊക്കെ തന്നെയാണ്. ഇങ്ങാട് വന്നാട്ടെ. കയ്യെന്ന് വിട് കോരച്ചേട്ടാ. നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളുകുറയായി. ഇന്ന് തന്നെ ഞാൻ വിടൂല. വിടാനാണ് പറഞ്ഞത്. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട. നിന്റെ മറ്റും ഭാവവും കണ്ടപ്പം വേണ്ടപ്പെട്ട കൊച്ചാങ്ങളമാരോട് സഹകരിക്കുന്ന കൊച്ചുപെങ്ങളാണെന്ന് തോന്നി. ഞാൻ പോവുകയാണ്. പിന്നൊരു കാര്യം, അടിച്ചതോ അടി കൊണ്ടതും നാട്ടുകാരോട് പറയാൻ നിൽക്കണ്ട. അതിന്റെ നാണക്കേട് എനിക്കല്ല, നിനക്കാണ്, പിന്നെ നാട്ടുകാർക്കും. എന്തു പറ്റി? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ലിഫ്റ്റ് വേണമായിരിക്കും. കയറിക്കോളൂ. ഏത് കോടീശ്വരന്റെ മോളാണെങ്കിലും ഒരു ലിഫ്റ്റ് തന്നിട്ട് താങ്ക്സ് പറയാതിരിക്കുന്ന മര്യാദ അല്ല. മുമ്പ് എന്തായിരുന്നു ജോലി? കാർ റാലികളിൽ സ്ഥിരം പങ്കെടുക്കാറുണ്ടോ? അതോ സർക്കസിൽ ജീപ്പ് ജമ്പിംഗ് ആയിരുന്നോ? ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ താമസിക്കുന്ന സ്ഥലം ഇവിടെ അടുത്താണ്. ഒന്ന് കയറിയിട്ട് പോവാലോ അല്ലേ? അല്ല, ഇതാര്? പൗസി മോളാ? മോളെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അബൂക്കാനൊക്കെ മറന്നോ കുട്ടിയെ? അതെന്താ അബൂക്ക അങ്ങനെ ചോദിച്ചേ? ഇക്കാക്ക് സുഖാണോ? ഓ, എന്ത് സുഖം മോളെ. പടച്ചോൻ ആയുസ് നീട്ടി തരുന്നോണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. വാ, അകത്തേക്ക് പോ. അബൂക്ക, പൗസി കുടിക്കാൻ എന്തെങ്കിലും? മോക്ക് ഇഷ്ടം ഓറഞ്ച് ജ്യൂസാ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വരൂ. ഈ വീട് പണിയുന്ന സമയത്ത് ബാപ്പയോടൊപ്പം വന്നിട്ടുള്ളതാ. എന്റെ ബാപ്പയെ നേരത്തെ അറിയോ? അറിയാം, വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. എന്നിട്ട് നമ്മൾ തമ്മിൽ ഇപ്പോഴാണല്ലോ കാണുന്നത്. എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഉണ്ടല്ലോ. ഹൗസി ഇരിക്ക്. വേണ്ട, പോകാൻ തിടുക്കമുണ്ട്. എന്താ, ഇവിടെ നിൽക്കാൻ പേടിയാണോ? പേടിക്കാതെ എങ്ങനെ? മുമ്പേ ഒരു മുരട്ട് സ്വഭാവക്കാരൻ.
ഇപ്പോഴാണെങ്കിൽ ഒന്നാന്തര സ്മഗ്ലർ. ഇത് വളരെ റിസ്കി ജോബല്ലേ? ജീവിക്കാൻ വേണ്ടി ഇത്രയും ബന്ധപ്പെടണോ? ഈ ചോദ്യം താൻ തന്റെ ബാപ്പയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതും പറഞ്ഞങ്ങ് ചെന്നാ മതി. താൻ പിടിച്ച മുയലിന് 4 ചെവിയെന്ന ബാപ്പയുടെ പക്ഷം. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ എനിക്ക് വേണ്ടിട്ടെന്ന ബാപ്പ പറയുന്നത്. പിന്നെന്താ എന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകത? ഇന്നാ മോളെ ജ്യൂസ്.